PC-ക്കകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചൊറ പരിപാടിയാണ്. PC-ക്കകത്തുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് മാഴ്സിക്ക് എന്തോ റോക്കറ്റ് അയക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിൻ്റെ എന്തോ ഒരു ഇൻ്റർഫേസ് പോലെയാണ് നമുക്ക് കാണാൻ തന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ PC-ക്കകത്ത് അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ്വെയറാണ് MiniTool MovieMaker. യെസ് ഗൈസ്, അപ്പം ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഇഷ്ടമായിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് എവിടെ ഉണ്ടാവുകയെന്ന് അറിയാലോ, ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. ചെന്ന് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്ത് വെക്കുക. സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്ത് തനിയെ പഠിച്ചു പോകാം. ഓക്കെ, ഒട്ടും അറിയാത്ത ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് PC-ക്കകത്ത് എഡിറ്റ് ചെയ്ത് പഠിക്കണമെന്നുള്ളവർക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ആഫ്റ്റർ ദി സോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് MiniTool MovieMaker എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആൻഡ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് അനിമേഷൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇത് ഓപ്പൺ ആയി വന്നതെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ പ്രൊജക്റ്റ്, മൂവി ടെംപ്ലേറ്റ്. ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞാൽ പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ഓപ്പൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഓപ്പൺ കൊടുത്തതെന്ന് വെച്ചാൽ അത് ഇടയിൽ വെച്ചിട്ട് നമുക്ക് പകുതിയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. മൂവി ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ കുറേ വീഡിയോ ഇട്ട് കൊടുത്താൽ അത് തന്നെ ഈ സോഫ്റ്റ്വെയർ തന്നെ തനിയായിട്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് തരും. നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കി തുടങ്ങാമല്ലേ. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ആൻഡ് ഇവിടെ ഇമ്പോർട്ട് മീഡിയ ഫയൽസ് ഉണ്ടല്ലോ, ഇതിനകത്ത് ക്ലിക്ക് കൊടുത്താലേ നമ്മുടെ ഫയൽസ് ഇതിനകത്ത് ഇമ്പോർട്ട് ആവുക. അപ്പം ഈ 6 ഫയൽസ് ഉണ്ട് തോന്നുന്നു. ഓക്കെ, ഈ 6 ഫയൽസ് ഓപ്പൺ കൊടുക്കുന്നത് വെച്ചാൽ ഡയറക്റ്റ് ഇതിലേക്ക് ഓപ്പൺ ആയിട്ട് വരും സിമ്പിളായിട്ട്. ഓക്കെ, സോ വൺസ് ഓപ്പൺ ആയി വന്നതെന്ന് വെച്ചാൽ ഈ സൈഡ് കിടക്കുക. നമുക്ക് ഈ സൈഡ് കിടന്നതെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ താഴെയുള്ള ടൈം ലൈനിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. സോ ഫസ്റ്റ് ക്ലിപ്പ് ഇട്ട് കൊടുത്തു, സെക്കൻഡ് ക്ലിപ്പ് ഇട്ട് കൊടുത്തു. സോ ഇത് ഇട്ട് കൊടുക്കാൻ നേരത്തെ ഇത് ഫുള്ള് വലുതായെന്ന് വെച്ചാൽ ഈ സൈഡ് ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ട്. ഇതിനിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നെഗറ്റീവിലേക്ക് മൈനസിലേക്ക് ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ ഇത് ചെറുതായി വരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒന്നും കൂടി വ്യൂ കിട്ടും. സോ 6 ഫയൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, വേണമെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഒറ്റ വരിക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാനും പറ്റും. ആൻഡ് ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ കാണുന്ന ഓരോ ഐക്കൺ ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ട്രാൻസിഷൻ. ഇത് നമുക്ക് സെയിം ക്യാപ് കട്ടൊക്കെ പോലെ ഇടയിലുള്ള ആ സെയിം സാധനം തന്നെയാണ്, പക്ഷേ PC വേർഷൻ മാത്രം. ആൻഡ് ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മീഡിയ എന്ന് കാണാം. മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വീഡിയോസിനെയാണ് മീഡിയ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് നമുക്ക് ട്രാൻസിഷൻ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ചുമ്മാ മൗസ് പോയിൻ്റർ അതിന് മുകളിൽ കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ ആ ട്രാൻസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരും. ഓക്കെ, സോ ഇത് ഇങ്ങനത്തെ മാത്രമല്ല, ഇഷ്ടം പോലെ ട്രാൻസിഷൻ ഇതിനകത്തുണ്ട്. നമുക്ക് ഡിസോൾവ് എന്നുള്ള സാധനമാണ് വെച്ചോ, അതെടുത്തിട്ട് ഇതിൻ്റെ അവിടെ കൊണ്ട് ഇട്ടാൽ മതി. ആൻഡ് അത് ഓവർലാപ്പ് ആവണോ, പെർഫിക്സ് ആക്കണോ, അതായത് ഫസ്റ്റ് ക്ലിപ്പിൻ്റെ മുകളിലേക്ക് വരണോ, സെക്കൻഡ് ക്ലിപ്പിൻ്റെ മുകളിലേക്ക് വരണോ, അത് 2 ക്ലിപ്പിൻ്റെ ഒരുമിച്ച് മുകളിലേക്ക് വേണമെന്ന് ചോദിക്കണം. നമുക്ക് 2 ക്ലിപ്പിൻ്റെ ഒരുമിച്ച് മുകളിൽ വരണ പോലെ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും ഇതെങ്ങനെയാണ് ട്രാൻസിഷൻ വർക്ക് ചെയ്യാന്നുള്ളത്. കണ്ടില്ലേ? സോ ഇതെനിക്ക് ഇഷ്ടമായില്ല. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഡിലീറ്റ് കൊടുത്തെന്ന് വെച്ചാൽ ആ ട്രാൻസിഷൻ ഡിലീറ്റ് ആയി പോകും. അപ്പം വേറെ ഏത് ട്രാൻസിഷനും ക്രോസ് ഹാച്ച് എന്നുള്ള ട്രാൻസിഷനാണ് വെച്ചാൽ അത് ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ കണ്ടില്ലേ. ആൻഡ് നമുക്ക് ഈ വീഡിയോന് ഇത്ര ലെങ്ത്ത് വേണ്ട, ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്പ്ലിറ്റ് എന്നുണ്ട്, അതിൽ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഫ്രണ്ടിലത്തെ മതി, ബാക്കിലത്തെ വേണ്ട പറയാം. റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്. ഈ ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതൊരു നോർമൽ വീഡിയോ ആണ്. ഇതിനകത്ത് നമുക്ക് എഫക്ട്സ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഫിൽറ്റർ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എഫക്ട്സിലേക്ക് വരാം. ഓക്കെ, ഇതിൽ പ്ലസ്സിൽ ടച്ച് കൊടുത്തെന്ന് വെച്ചാൽ ബൂം. സോ എല്ലാം ഒരു പ്രീമിയം ടച്ച് തരുന്ന ഫിൽറ്റേഴ്സാണ് ഇതിനകത്തുള്ളത്. ഐ മീൻ എഫക്ട്സ് ആണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഫിൽറ്റേഴ്സിന് യൂസ് ചെയ്തിട്ട് ആ വേർഡ് അങ്ങനെ ഇതാണ്. അപ്പം ഹെൽത്തി എന്നുള്ള പ്രീസെറ്റാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഐ മീൻ എഫക്റ്റാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞതിൽ ഇഷ്ടംപോലെ ടെക്സ്റ്റിൻ്റെ പ്രീമെയ്ഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പം ഇതിൽ മുകളിൽ ചുമ്മാ കൊണ്ടിങ്ങനെ വെച്ചെന്നാൽ മാത്രം നമുക്കിങ്ങനെ കാണാൻ പറ്റും എങ്ങനെയാണ് ടെക്സ്റ്റ് വർക്ക് ചെയ്യേണ്ടത്. വേണം ഡയറക്റ്റഡ് ബൈ ഇവിടെ വരും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റഡ് ബൈ എന്നുള്ള സാധനം എഡിറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള ടൈറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ടൈറ്റിൽ വർക്ക് ചെയ്യുക. മോശം എന്ന് പറഞ്ഞാൽ സെയിം ഇതിങ്ങനെ മുകളിൽ കൊണ്ട് വെച്ചാൽ തന്നെ അതെന്താണ് വർക്ക് ചെയ്യണത് എന്നുള്ള സാധനം കിട്ടും. അതൊരു വീഡിയോ ഈ സൈഡിലേക്ക് പാൻ ചെയ്ത് മൂവ് ആവണം. വീഡിയോൻ്റെ മൂവ്മെൻറ്റാണ് മോശം എന്ന് പറയുന്നത്. ഓക്കെ, ചില വീഡിയോയിൽ താഴ്ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ സൂമായി പോകണമെന്നുണ്ടെങ്കിൽ അത് തനിയെ സൂമാക്കി വിടും. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ജിഫ് ഫോമാറ്റുള്ള സാധനങ്ങളുണ്ട്. അത് വേണമെങ്കിൽ എടുത്തിട്ട് വെക്കാം. യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുന്നവർക്കൊക്കെയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് തരുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ ബിഗിനേഴ്സിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു വീഡിയോ എടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ബേസിക് റൊട്ടേഷൻ, സ്പീഡ്, ഓഡിയോ, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ബ്രൈറ്റ്നസ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചു തരാം.
ആൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നോർമൽ സ്ലോ മോഷനാണ്. ഇതിൻ്റെ നോർമൽ സ്പീഡിലേക്ക് ആക്കണമെന്ന് വെച്ചാലും പറ്റും, 2x അല്ലെങ്കിൽ 4x സ്പീഡിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഇതിന് വീണ്ടും സ്ലോ മോഷൻ ആക്കാനും പറ്റും. ആൻഡ് ഡ്യൂറേഷൻ ഇവിടെ കാണിക്കും, ഇത് ഇത്ര സ്ലോ മോഷൻ ആക്കി വെച്ചാൽ എത്ര സെക്കൻഡ് വരും. ആൻഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോനെ റിവേഴ്സ് ആക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഓഡിയോ വേണമെങ്കിൽ ഓഡിയോയിൽ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് അല്ലെങ്കിൽ ഓഡിയോ മ്യൂട്ട് ചെയ്യണം, അതും ചെയ്യാം. ഇത്ര വോളിയം മതി. ഫോണിൽ സെയിം പരിപാടി തന്നെയാണ്. നമുക്ക് പി സിക്കകത്ത് സിമ്പിളായിട്ട് ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രം. ആൻഡ് വൺസ് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ യു ക്യാൻ ഹിറ്റ് എക്സ്പോർട്ട്. അപ്പോൾ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ നെയിം വേണമെങ്കിൽ വേറെ എന്തിലേക്കും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, മൈ മൂവി എന്നാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് ആക്കാം. ഫോമാറ്റ് വേണമെങ്കിൽ MP, ഇഷ്ടംപോലെ ഫോമാറ്റ് ഉണ്ട് ഇതിനകത്ത്. ഞാൻ MP4 കൊടുത്തിട്ടുള്ളത്. സേവ് ലൊക്കേഷനാണ് ചോദിക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടെങ്കിൽ എൻ്റെ ലൊക്കേഷൻ ഞാൻ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് റെസൊല്യൂഷനാണ് ചോദിക്കണത്. അപ്പോൾ നമുക്ക് 1080 1920 തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഡ്യൂറേഷൻ എത്ര വരും, സൈസ് 71 MB വരും. ഓക്കെ എന്നല്ല പറയണത്. അപ്പോൾ ഓക്കെ, വേണമെങ്കിൽ ഡിവൈസ് എന്നുള്ളതുണ്ട്. അതായത് ഫോണിലെ ഫോമാറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഐഫോണിലാണ് കാണുന്നത് വെച്ചാൽ ഐഫോൺ ഫോമാറ്റിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണാണെന്ന് വെച്ചാൽ ആ ഫോണിൻ്റെ മോഡൽ എവിടെയുണ്ട് അതിൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പി സിക്കകത്താണല്ലോ, അതുകൊണ്ട് പി സിന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ഹിറ്റ് ചെയ്തെന്ന് വെച്ചാൽ വീഡിയോ താഴെ എക്സ്പോർട്ടായിട്ട് വരും. ഓക്കെ, സോ ഞാൻ ഇത് വെച്ചൊരു 10 മിനിറ്റ് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും ഈ സോഫ്റ്റ്വെയർ എന്തൊക്കെ ക്യാപ്പബിൾ ആണ്, എന്തൊക്കെ രീതിയിൽ ഇത് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പം അങ്ങനെയാണ് മിനി ടൂൾ മൂവി മേക്കറിനകത്ത് നമ്മൾ സിമ്പിളായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കുക. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പ്രീമിയർ പ്രോ പോലെയുള്ള ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പം ഭയങ്കര ലാഗ് തോന്നും, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ആയിപ്പോവും. സോ അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സോഫ്റ്റ്വെയർ ഞാൻ പരിചയപ്പെടുന്നത്. ഇതുപോലെയുള്ള കുറേ സോഫ്റ്റ്വെയർസ് നമ്മൾ മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മിനി ടൂൾ മൂവി മേക്കർ എന്നുള്ള സോഫ്റ്റ്വെയർ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ സോഫ്റ്റ്വെയർ വെച്ച് നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കുറേ ടെംപ്ലേറ്റും ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ വീഡിയോ ഇട്ട് കൊടുത്താൽ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സിമ്പിളായിട്ട് നമ്മുടെ കൈ കിട്ടും. സോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ തല വായിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. നമ്മുടെ ഫോണിനകത്ത് VN CapCut യൂസ് ചെയ്യുന്ന അതേ ഒരു അറിവ് മതി നമുക്ക് പി സിക്കകത്ത് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട്. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡൗൺലോഡ് MiniTool MovieMaker. ഇറ്റ്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പം കീപ് ക്രിയേറ്റിംഗ് ഗൈസ് ആൻഡ് ബി ക്രിയേറ്റീവ്.